ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു സംശയമായിരുന്നു. നമ്മൾ വീഡിയോക്ക് മലയാളത്തിൽ ടൈറ്റിൽ കൊടുക്കാറുണ്ട്. നല്ല ആലോചിച്ച് നല്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ള നല്ല വാക്കുകളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ടൈറ്റിലായിട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ പലർക്കും ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അങ്ങനെ കൊടുത്ത ടൈറ്റിൽ വീഡിയോ നമ്മൾ പബ്ലിക് ആക്കി കഴിഞ്ഞ് പിന്നെ മറ്റുള്ളവർ കാണുമ്പോൾ ഇംഗ്ലീഷിലാണ് കാണുന്നത്. ഞങ്ങൾ കൊടുത്തിട്ടുള്ള ടൈറ്റിലേ അല്ല, പകരം അത് ഇംഗ്ലീഷിലാണ് കാണിക്കുന്നത് എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പലരും പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രോബ്ലം ആയിരുന്നു, ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ മലയാളത്തിൽ ചെയ്ത വീഡിയോ പ്ലേ ചെയ്യുന്നത് മറ്റുള്ളവർ കാണുന്നത് ഇംഗ്ലീഷിലാണ്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ മലയാളത്തിലാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോ ഞാൻ വേറൊരു ഐഡിയിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൊണ്ടാണ്. നമ്മളിത് തൊട്ട് മുമ്പേ കുറച്ചൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കൂടുതൽ ഡെവലപ്പ് ആയതിൻ്റെ ഒരു റിസൾട്ട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതൊക്കെ അറിഞ്ഞ് ഏത് ഓപ്ഷൻ ഉപയോഗിച്ചാലാണ് ഇത് എനേബിൾ ആകുന്നത്, എവിടെ പോയാലാണ് ഇത് ഓഫ് ആക്കാൻ കഴിയുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സിനായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. മാത്രമല്ല, പലരും പറയാറുണ്ട് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആ ഭാഗത്ത് ബെൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻ്റൊക്കെ ഇതിൽ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള മാറ്റം, നമ്മൾ മലയാളത്തിൽ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ ഇംഗ്ലീഷിൽ വരുന്നതും അതുപോലെ നമ്മുടെ വീഡിയോ മലയാളത്തിൽ നിന്നും മാറി ഇംഗ്ലീഷിലൊക്കെ വരുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മുടെ ഒരു വീഡിയോക്ക് മലയാളത്തിൽ കൊടുത്ത ടൈറ്റിൽ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ആകുന്നുണ്ട് എങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏത് വീഡിയോ ആണോ ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഡെസ്ക്ടോപ്പ് വേർഷനിൽ യൂട്യൂബ് സ്റ്റുഡിയോ ആദ്യം ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ആ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ കാണാം. കമൻറ്റ് എന്നതിൻ്റെ തൊട്ട് താഴെ ലാംഗ്വേജ് എന്നുള്ളത് അവിടെ ഈ രീതിയിൽ കാണുന്നു. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ള ഭാഗം സെലക്ട് ആയിട്ടുണ്ട്. രണ്ട് ഓപ്ഷനാണ് ഇവിടെ, ഓഡിയോ അതുപോലെ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പം ഇവിടെ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്തത് ഡിലീറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ടൈറ്റിൽ പിന്നെ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ആകുന്നതല്ല, മലയാളത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മളെ വീഡിയോ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ്, അതായത് മലയാളത്തിലല്ല പ്ലേ ആകുന്നത് എങ്കിൽ നമുക്ക് അതും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇതേ ഭാഗത്ത് വന്നിട്ട് ഈ ഓഡിയോ എന്നുള്ള ഭാഗത്ത് വന്നിട്ട് നമുക്ക് ഡിലേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. രണ്ടും ഒരേ രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് ഇതിവിടെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോ ഡബിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് എനേബിൾ ആക്കാം. അത് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് ഈ ഭാഗത്ത് അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്ന് കാണാം. ഈ ഒരു ഭാഗം അലോ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്നുള്ളത് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ വീഡിയോ വ്യത്യസ്ത ലാംഗ്വേജുകളിലേക്ക് കൺവേർട്ട് ആകുന്നതാണ്, വ്യത്യസ്ത ലാംഗ്വേജുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആ ടിക്ക് ഒഴിവാക്കിയാൽ മതി. ഇനി ഇത് നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് മാറിയിട്ടാണ് കാണുന്നത് എങ്കിൽ നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓഡിയോ ട്രാക്ക് എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ഏതാണോ അവിടെ മലയാളം എന്ന് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഏത് വീഡിയോ കാണുമ്പോഴും ഇതുപോലെ നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അതല്ലെങ്കിൽ വ്യത്യസ്ത ലാംഗ്വേജിൽ കാണണം, ഒറിജിനൽ ലാംഗ്വേജിൽ കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഡിയോ ട്രാക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ വ്യത്യസ്ത ലാംഗ്വേജുകളിൽ കാണാൻ കഴിയും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഐഡിയ ലഭിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ ടൈറ്റിലൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ നിന്ന് കൺവേർട്ട് ആയിട്ട് ഇംഗ്ലീഷിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ
കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, അതുപോലെ എൻഗേജ്മെൻറ്റ്, നമ്മുടെ ചാനലുമായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ബെൽ ബട്ടണൊക്കെ അമർത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.